നമസ്കാരം. പാകിസ്ഥാനിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ലഷ്കർ ഇ ത്വയ്ബ എന്ന ഭീകര സംഘടനയുടെ തലവൻ, ഈ സംഘടനയുടെ സ്ഥാപകനായ ഭീകരൻ ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഏതെങ്കിലും രീതിയിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയല്ല. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ഇതിനോടകം തന്നെ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഹാഫിസ് സയ്യിദ് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ്. ലഷ്കറിൻ്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ ലഷ്കർ ഇ ത്വയ്ബ എന്ന ഭീകര സംഘടന ഇന്ത്യക്കെതിരെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു ഭീകര സംഘടനയാണ്. ഇന്ത്യക്കുള്ളിൽ പ്രത്യേകിച്ചും ജമ്മു കശ്മീർ മേഖലകളിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ഈ ലഷ്കർ ഇ ത്വയ്ബയും ഹാഫിസ് സയ്യിദും കൂട്ടാളികളുമാണ്. മുംബൈ ഭീകരാക്രമണം ഇന്ത്യയുടെ ആത്മാവിനെ വല്ലാതെ മുറിപ്പെടുത്തിയ ഒരു ഭീകരാക്രമണമായിരുന്നു. ഇന്ത്യയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു. മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഖ്യ സൂത്രധാരന്മാരായി പ്രവർത്തിച്ചിട്ടുള്ള നിരവധി ഭീകരന്മാർ പാകിസ്ഥാനിൽ സംരക്ഷണത്തിൽ കഴിയുകയായിരുന്നു. ISIയുടെയും പാക് പട്ടാളത്തിൻ്റെയും ഒക്കെ സംരക്ഷണയിൽ കഴിയുകയായിരുന്നു. ഈ ഭീകരന്മാരെ ഓരോന്നോരോന്നായി നിരവധി പേരെ ഇതിനോടകം തന്നെ അജ്ഞാതർ വെടിവെച്ച് കൊന്നിരുന്നു. ഏറ്റവും ഒടുവിലായി ഇതാ ലഷ്കറിൻ്റെ തലവൻ തന്നെ ആ അജ്ഞാതൻ്റെ ആക്രമണത്തിനിരയായിരിക്കുന്നു എന്ന വാർത്തയാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ജേലം ജില്ലയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. ഹാഫിസ് സയ്യിദും കൂട്ടാളിയായിട്ടുള്ള ഫൈസൽ നദീമും കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇവരുടെ കാറ് തടഞ്ഞു നിർത്തി അജ്ഞാതർ വെടിവെക്കുകയായിരുന്നു. ഈ വെടിയേറ്റ് ഡ്രൈവറായിരുന്ന ഫൈസൽ നദീം തൽക്ഷണം മരിച്ചു. ആ വാർത്ത പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒപ്പമുണ്ടായിരുന്നയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും റാവൽപിണ്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുമാണ് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ ഒപ്പമുണ്ടായിരുന്നയാൾ മറ്റാരുമല്ല, ഹാഫിസ് സയ്യിദ് തന്നെയാണ് എന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. അതിന് പ്രധാനപ്പെട്ട ഒരു സൂചന എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ റാവൽപിണ്ടി ആശുപത്രിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഈ റാവൽപിണ്ടി ആശുപത്രിയിലേക്കുള്ള ഗതാഗതമടക്കം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിലെ മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വാർത്തയും കൊടുക്കരുത് എന്ന ഒരു നിർദ്ദേശം വന്നിട്ടുള്ളതായി അറിയുന്നു. ഇതെല്ലാം തന്നെ മരിച്ചിട്ടുള്ളത് ഒരു ഹൈ പ്രൊഫൈൽ വ്യക്തിയാണ് എന്ന സൂചന നൽകുന്നതാണ്. 166 പേരാണ് മുംബൈ ഭീകരാക്രമണത്തിൽ മരിച്ചു വീണത്. അതുമാത്രമല്ല, കശ്മീരിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഹാഫിസ് സയ്യിദ്. ആ ഭീകരാക്രമണങ്ങളിലെല്ലാം നൂറുകണക്കിന് ആളുകളാണ് മരിച്ചിട്ടുള്ളത്. ഹാഫിസ് സയ്യിദിന് ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതും വലതുമായി നിൽക്കുന്ന കൂട്ടാളികളിൽ നിരവധി പേർ അജ്ഞാതരുടെ ആക്രമണത്തിന് ഇതിനോടകം തന്നെ ഇരയായിട്ടുണ്ട്. അവർ ഇതിനോടകം തന്നെ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഹാഫിസ് സയ്യിദിനെ ലക്ഷ്യം വയ്ക്കുന്നു അജ്ഞാതർ എന്ന സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നതാണ്. ഹാഫിസ് സയ്യിദിനും അടുത്ത അനുയായികൾക്കും പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും പ്രത്യേകിച്ച് ISI കനത്ത സുരക്ഷയാണ് നൽകിയിട്ടുള്ളത്. ഐക്യരാഷ്ട്ര സംഘടന ഭീകരൻ എന്ന് മുദ്ര കുത്തിയിട്ടുള്ള കൊടും ഭീകരനാണ് ഹാഫിസ് സയ്യിദ്. മാത്രമല്ല, അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും പാകിസ്ഥാനിനുള്ളിൽ സ്വൈരവിഹാരം നടത്താൻ ഭരണകൂടവും പട്ടാളവുമെല്ലാം ഹഫീസിനെ അനുവദിക്കുകയായിരുന്നു. ആ ഹഫീസാണ് ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന വാർത്ത. അത് തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ്. ഈ അടുത്ത കാലത്ത് അജ്ഞാതർ പാകിസ്ഥാനിൽ നടത്തുന്ന ഓപ്പറേഷനുകളെല്ലാം പാക് പട്ടാളത്തിനും ISIക്കും വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ ലഷ്കർ ഇ ത്വയ്ബയുടെ തലവൻ തന്നെ ഇങ്ങനെ അജ്ഞാതൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമ്പോൾ പാകിസ്ഥാൻ പട്ടാളം വലിയ പ്രതിരോധത്തിലാവുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന്
പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.